രാജീവ് ഗാന്ധി ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ പേരിൽ കേരളത്തിൽ വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞ് പലയിടത്തും അഡ്മിഷൻ നടത്തുന്നു. പഠനം ഒക്കെ ഇവിടെ നടക്കും, പിന്നീട് എക്സാം എഴുതാൻ ബാംഗ്ലൂരിൽ പോകണം എന്നാണ് അവർ പറയുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസസിലെ അംഗീകൃത കോഴ്സ് എന്ന പേരിൽ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ്. ഇത് സംബന്ധിച്ച ചില ഓഡിയോ ക്ലിപ്പുകൾ കേൾക്കാം. ഞാൻ ഇൻസ്റ്റയിൽ ഒരു ആഡ് കണ്ടു വിളിക്കുകയായിരുന്നു. ഒരു GNM അഡ്മിഷന് വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെ ഫീസ് കാര്യങ്ങൾ വരുന്നത്? ഇത് 3 വർഷത്തെ കോഴ്സാട്ടോ. അതെ 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 3 വർഷത്തെ കോഴ്സാണ്. ഒരു വർഷത്തേക്ക് 90 ആണ് വരുന്നത്. നിങ്ങൾ ബസ് ഫെസിലിറ്റി വല്ലതും ഉണ്ടോ? എന്റെ വീട് ഒറ്റപ്പാലമാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ബസ് വല്ലതും അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല, ബസ് കോളേജ് ബസ് ഇല്ല. ഇല്ല അല്ലേ? 3 വർഷത്തെ കോഴ്സ്. ഓക്കെ. അതെ അതെ അതെ. ഏത് കോഴ്സാ കഴിഞ്ഞിട്ടുള്ളത്? പ്ലസ് ടു കൊമേഴ്സ് ആണ് കഴിഞ്ഞിരിക്കണേ. അതാണ് GNM ചൂസ് ചെയ്തത്. അതല്ല, ഇംഗ്ലീഷിൽ എത്ര പെർസെന്റേജ് മാർക്ക്? ഇംഗ്ലീഷിൽ ഉണ്ട് 87 ഉണ്ട്. അപ്പൊ ഒന്ന് ബാംഗ്ലൂർ ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ബാംഗ്ലൂർ ഇപ്പൊ ഇവിടെ തുടങ്ങിയപ്പോ നമുക്ക് നാട്ടിൽ നിൽക്കുന്നല്ലേ നല്ലത് വിചാരിച്ചാണ്. അപ്പൊ 90x3 വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫീസ് വരണ്ട? ഇല്ല, പിന്നെ എക്സാം ഫീസ് മാത്രമേ വരുന്നുള്ളൂ. ബുക്സ്, യൂണിഫോം അത് ആ സമയത്തായിരിക്കും നമുക്ക് അറിയാൻ പറ്റുക. ഇത് ഏത് യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് വരുന്നത്? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി പറഞ്ഞ കേരളത്തിലുള്ള കർണാടക യൂണിവേഴ്സിറ്റി. കർണാടക യൂണിവേഴ്സിറ്റിയാ? അപ്പൊ അത് ഇവിടെ പഠിക്കാൻ പ്രശ്നമില്ല? കർണാടക യൂണിവേഴ്സിറ്റി കർണാടകത്ത് പോയി പഠിക്കാൻ അങ്ങനെ നിയമങ്ങളില്ലേ? അതിന്റെ നമ്മളിവിടെ ഓഫീസ് സ്റ്റാഫ് ആണല്ലോ, സോ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അങ്ങനെ അറിയില്ല. ഇപ്പൊ പ്രസന്റ്ലി ഇങ്ങനെയാണ്. എക്സാം എഴുതുന്നത് നമ്മുടെ സെന്റർ ഉണ്ടാ? അല്ല, രാജീവ് ഗാന്ധി ആയതുകൊണ്ട് ബാംഗ്ലൂർ കൊണ്ടുവരും. ബാംഗ്ലൂർ. അപ്പൊ അത് നിങ്ങൾ കൊണ്ടുപോകോ? അതെങ്ങനെയാ കൊണ്ടുപോവാ? കൊണ്ടുപോകും. അതിന് എക്സ്ട്രാ ഫീസ് വല്ലതും അടയ്ക്കേണ്ടി വരുമോ? അതിനാണ് എക്സാം ഫീസ് വേറെ വരിക. അത് എക്സാമിന്റെ സമയത്തായിരിക്കുമല്ലോ വരിക. ഒരേ കോഴ്സുകൾക്ക് പല സ്ഥാപനങ്ങളും പലതരത്തിലുള്ള ഫീസാണ് വാങ്ങിക്കുന്നത്. യഥാർത്ഥത്തിൽ കർണാടക സംസ്ഥാനത്തുടനീളം ആരോഗ്യ ശാസ്ത്ര മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ലക്ഷ്യത്തോടെ കർണാടക സർക്കാർ 1996 സ്ഥാപിച്ചതാണ് രാജീവ് ഗാന്ധി ആരോഗ്യ ശാസ്ത്ര സർവകലാശാല അഥവാ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസസ്. ഇത് ഇന്ത്യയിലെ ഒരു പ്രമുഖ ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയാണ്. ഇവർക്ക് കേരളത്തിൽ ബ്രാഞ്ചുകളോ പഠന കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ അവരുമായി അഫിലിയേറ്റ് ചെയ്ത ഒരൊറ്റ സ്ഥാപനം പോലുമോ ഇല്ല. അതാണ് സത്യം. അത് ആ സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. അതിന്റെ പ്രാദേശിക അധികാര പരിധി കർണാടകയിൽ മാത്രമാണ്. കർണാടകയിലെ മറ്റ് സർവകലാശാലകളുമായി മുമ്പ് അഫിലിയേറ്റ് ചെയ്തിരുന്ന നിലവിലുള്ള എല്ലാ വിഭാഗത്തിലെയും മെഡിക്കൽ കോളേജുകളെ ഉൾപ്പെടുത്തിയാണ് ഇത് ആരംഭിക്കുന്നത്. ഇപ്പോൾ പ്രതിവർഷം 13,000-ൽ-അധികം മെഡിക്കൽ ബിരുദധാരികളാണ് അവിടെ നിന്നും പഠിച്ചിറങ്ങുന്നത്. 70-ൽ-അധികം മെഡിക്കൽ കോളേജുകളും 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും അതിന്റെ കീഴിലുണ്ട്. അതേപോലെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ഒന്നാണ് കേരള ആരോഗ്യ സർവകലാശാല അഥവാ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസസ്. തൃശ്ശൂരിലാണ് ഈ സർവകലാശാലയുടെ ആസ്ഥാനം. തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 75 ഏക്കറിലായാണ് ഇതിന്റെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. 2010-ൽ സ്ഥാപിച്ച ഈ യൂണിവേഴ്സിറ്റി കീഴിൽ 205 പ്രൊഫഷണൽ കോളേജുകൾ പ്രവർത്തിക്കും. കേരള സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, കണ്ണൂർ സർവകലാശാല എന്നിവയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ, പാരാമെഡിക്കൽ കോളേജുകളെല്ലാം കേരള ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ഥാപനത്തിനും കേരളത്തിന് പുറത്ത് ബ്രാഞ്ചുകളില്ല. പൂർണ്ണമായും സംസ്ഥാനത്തിന് അകത്ത് മാത്രം ഒതുങ്ങുന്നതാണ് ഇതിന്റെ പ്രവർത്തന മേഖല. അതുകൊണ്ട് നഴ്സിംഗിനോ മറ്റുള്ള മെഡിക്കൽ, പാരാമെഡിക്കൽ കോഴ്സുകൾക്കോ ചേരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസസിന് കേരളത്തിൽ ഒരൊറ്റ ബ്രാഞ്ചുമില്ല. തട്ടിപ്പിൽ വീഴാതെ സൂക്ഷിച്ചാൽ ധനനഷ്ടവും സമയനഷ്ടവും ഒഴിവാക്കാം.